മാലാഖയുടെ പോലെ. പേരൊന്നും എനിക്ക് ഓർമ്മക്കില്ല. ആ മാലാഖയുടെ പോലെ തന്നെ വെച്ചോ. ഇനിയിപ്പോ മോശം പറഞ്ഞ ഷോ വെച്ചിരിക്കണ്ട. എന്റെ ഷോയുടെ പേര് ഫണ്ടാസ്റ്റിക് ഫൗസ്റ്റീന. ഫണ്ടാസ്റ്റിക് ഫൗസ്റ്റീന ഫണ്ടാസ്റ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തകർത്തോ? തകർപ്പല്ലേ? അടിപൊളിയല്ലേ? അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഗെയിംസ് ആവാം. അപ്പൊ കുറച്ചും കൂടെ ഫൺ ആവും. ഓക്കെ, നമുക്ക് സെഗ്മെന്റ് 1 പോവാം. റെഡി അല്ലേ? ഇത് ഒരു വിസ്പർ ചലഞ്ച് ആണ്. അപ്പൊ ഇതിനകത്ത് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ചെവിയിൽ ഇങ്ങനെ വെച്ച് തരും. അപ്പൊ ഞാൻ പറയണ ചേട്ടൻ ഗസ് ചെയ്യണം, ചേട്ടൻ പറഞ്ഞത് ഞാനും ഗസ് ചെയ്യണം. മനസ്സിലായില്ലേ? പ്രോപ്പർട്ടീസ് എവിടെ? ഓക്കെ, ഞാൻ ചേട്ടന് ഇത് ചെവിയിൽ വെച്ച് തരും. ചേട്ടന്റെ കൈ തരും, ചേട്ടൻ ചെവിയിൽ വെച്ചോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വേർഡ്സ് പറയും. അപ്പൊ ചേട്ടനൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പൊ ചേട്ടൻ ഗസ് ചെയ്യണം. ഓക്കെ, ഇത് പിടിച്ചോ. ഓക്കെ, തുടങ്ങാം. അത് പോസ് ചെയ്താ. ഫസ്റ്റ് കുറുക്കൻ. കുറുക്കൻ കുറുക്കൻ ഉറങ്ങി. കുറുക്കൻ ഉറങ്ങി. കുറുക്കൻ കുറുക്കൻ അത് ചെവിന്ന് എടുത്തട്ടാ. കുറുക്കൻ എക്സ്പ്രഷൻസ് വേറെ കാണിച്ചിട്ട് വേറെ സംഭവം പറയുന്നത്. അത് ഞാൻ സെയിം എക്സ്പ്രഷൻ ഇല്ലാണ്ട് പറയാം. ഓക്കെ, പണ്ടേ തന്നെ നീ സംസാരിക്കുന്നത് മനസ്സിലാവണല്ലോ. അതിന്റെ ഇടയ്ക്ക് ഇത് കൂടി കുറുക്കൻ. കുറുക്കൻ ഉണ്ടായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല. കുറുക്കൻ. കുറുക്കൻ. ഓ, കുറുക്കൻ അത് ഊരി. ഓക്കെ, കുഴപ്പമില്ല. അടുത്തത്. ഓക്കെ, അച്ചോ. ഇൻസ്റ്റഗ്രാം. സിസ്റ്റം. ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാം. ഇത് ശരിയാവില്ല. ഇത് ശരിക്കും നല്ലതാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? അത് വെക്ക്. ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാം. അജ്മൽ അമീർ നല്ലതാണ്. അല്ല, അയ്യടാ. ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാം. സെറ്റാണെന്നാ? സെറ്റാണല്ല, ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാം. 3 പ്രാവശ്യം ഊരി. ഓക്കെ, അടുത്തത് മദ്ദളം. മന്ത്രം. അതെങ്ങനെ ശരിയായി? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. സിമ്പിൾ ആയിട്ടുള്ളതാണോ? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. യെസ്. പാട്ട് കുറച്ചു. ഞാന് പാട്ട് പോസ് ചെയ്താ? ഇല്ലടാ. ഇല്ലേ? ആടുജീവിതം. ആടുജീവിതം. ഇപ്പൊ എനിക്ക് ലിപ്പ് മനസ്സിലായതിന്റെ സൗണ്ട് എന്തെല്ലാം. ഞാൻ ഒരു കാര്യം ചെയ്യാം. മരമണ്ടൻ. മരമണ്ടൻ. മമ്മൂട്ടി. അല്ല, സോറി, അതല്ല. മരമണ്ടൻ. 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 മമ്മട്ടി. മരമണ്ടൻ. ശരിയാവല്ലോ. ഞാൻ വൈകറൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞപ്പോ? ഞാൻ ഒരു നിഷ്കളങ്കയാണ്. ഇപ്പൊ എന്താ പറഞ്ഞേ? അത് ചെവിയിലൊക്കെ. ശരി. മരമണ്ടൻ. മരമണ്ടൻ. അതൊന്നും അല്ല. പിന്നെ മരമണ്ടൻ. മരമണ്ടൻ. താനോ? അല്ല, ഞാൻ മരമണ്ടൻ. മരമണ്ടൻ. യെസ്. മരമണ്ടൻ. യെസ്. പെരുങ്കള്ളൻ. പെരുങ്കള്ളൻ. മയൂരി. നോ. പെരുങ്കള്ളൻ. പെരുങ്കള്ളൻ. യെസ്. ഇത് ഇങ്ങനെ കിട്ടണം. എക്സ്പ്രഷൻസ് വേറെ കാണിച്ചിട്ട് ലിപ്പ് അവിടെ എവിടെയൊക്കെ വെച്ചിട്ട് ഒളിച്ചു വന്നത്. കള്ളൻ. ശരി. ചിരി കൊടുക്ക. ചിരി കൊടുക്ക. ചിരി കൊടുക്ക. ചിരി കൊടുക്ക. ഇല്ല, ചിരി കൊടുക്ക. അതന്നെ. ചിരി കൊടുക്ക. ചിരി കൊടുക്ക. നീലക്കുറുക്ക. നീലക്കുറുക്ക അല്ല, പച്ചക്കുറുക്ക. ചിരി കുറുക്ക. ചിരി കൊടുക്ക. ചിരി കൊടുക്ക.
ചിരിക്കുടുക്ക. അതേടാ. അരിപ്പൊടി. അരിപ്പൊടി. ആർപ്പോവിളി. യെസ്. ആണോ? അല്ലേ? അരിപ്പൊടി. 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 മാടമ്പി. മാടമ്പിള്ളി. മാറമ്പിള്ളി. കേക്കുന്നുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞെടുക്കണ്ട. ഓക്കെ. മാടമ്പി. മാറമ്പിള്ളി. കറക്റ്റ്. മാടമ്പി എന്നാണ് കേട്ടോ. അതല്ലേ? ശരി. സലിംകുമാർ. ആണോ? കള്ളനും പോലീസും. കള്ളനും പോലീസും. കള്ളനും പോലീസും. പിടക്കുഴി. പിടക്കുഴി. പിടിപ്പുള്ളി. നീ ശബ്ദം താത്തിയില് സംസാരിച്ചേ. നീ ശബ്ദം താത്തിയില് സംസാരിച്ചേ. ശബ്ദം താത്തിയില് കള്ളി. കരിങ്കള്ളി. പിടക്കുഴി. പിടക്കുഴി. പെരുങ്കോഴി. ആർത്തി. ഐസ്ക്രീം. കറക്റ്റ്. ആർത്തി. 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 അതന്നെ കറക്റ്റ്. ആട്. പശു. മത്ത്. അടുത്തത് പറയാ, അത് പോയി. പാസ്. നെക്സ്റ്റ്. ചത്തുപോയാ? നെക്സ്റ്റ്. നെക്സ്റ്റ്. ഓക്കേ. ടൈം പാസ്. ടൈം പാസ്. സായി പല്ലവി. അസല് കറക്റ്റ്. ടൈം പാസ്. സായിപ്പ്. ടൈം പാസ്. ഐ പറഞ്ഞോ. എന്താ? ടൈം പാസ്. നാഗവല്ലി. ടൈം പാസ്. ടൈം പാസ്. ഇതാ പാട്ട് നിന്നു. വായാടി. നമുക്കെല്ലാം കേൾക്കാം. ആ പാട്ട് കുറച്ചും കൂടി ഓളത്തിലിടണേ. വായാടി. 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 പൈങ്കിളി. വായാടി. വായാടി. തൊട്ടവാടി. കുറച്ച് ശരിയായി. കുറച്ച്. കൊച്ചല്ലേ? അല്ല, അമ്മ. അടുത്തത്. പായ. നെക്സ്റ്റ്. അതെന്തായിരുന്നു? അത് പറയൂല, പിന്നെ പറയാ. പിന്നെ പറയാം. പേപ്പർ തരാം. കാണിക്കില്ലേ? പിന്നെ നുണച്ചി. കൊരങ്ങി. അതുമല്ലേ? നിന്ന പിടിച്ചോ. പഠിച്ചോടെ ഇരുന്നു. നുണച്ചി. വായ. ഏതെങ്കിലും ശരിയാക്കിയാ? ഒരെണ്ണം ശരിയായി. ആ പാട്ട് ഓഫ് ചെയ്തപ്പോ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. അപ്പൊ നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞു. ചേട്ടൻ കുറച്ച് കൂടുതൽ വില്ലൻ റോൾസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂല് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, വില്ലൻ റോൾസ് ചെയ്ത് മടുത്തുന്ന്. ചേട്ടന്റെ ഉള്ളിലുള്ള ആ ഒരു റൊമാൻറ്റിക്, ആ ഒരു കോമഡി ഒരാൾക്ക് അധികം എക്സ്പോഷർ കിട്ടിയില്ല എന്നൊക്കെ തോന്നുന്നുണ്ടോ? എന്റെ ഫസ്റ്റ് സെഗ്മെന്റ് ഓഫ് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ബാക്ക് ടു ബാക്ക് പരിപാടികൾ, റൊമാൻസ്, വില്ലൻ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് വന്നപ്പോ കംപ്ലീറ്റ് വീണ്ടും എനിക്ക് ആ പവർഫുൾ വില്ലൻസ് ആയിരുന്നു കൂടുതൽ ആൾക്കാർക്ക് ഓർമ്മ വന്നോണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും അങ്ങനത്തെ പവർഫുൾ റോൾസിനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി നല്ലവനാകാനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ ബാക്ക് ടു ബാക്ക് പരിപാടികളൊക്കെ ഒരു മെയിൻ ലീഡും പരിപാടികളും അങ്ങനത്തെ സംഭവങ്ങളാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു പ്രാവശ്യം വില്ലൻ ഹിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ നമുക്ക് വരുന്നത് ആരുടെ റിലേറ്റഡ് കോൾസ് ആയിരിക്കും. എനിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രണയകാലം സിനിമ കഴിഞ്ഞപ്പോൾ ബാക്ക് ടു ബാക്ക് കോളേജ് ലവ് സ്റ്റോറീസ് അതൊന്നും പറഞ്ഞിട്ട് ആ സമയത്ത് അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അഞ്ചാദിൽ ഒരു തമിഴ് സിനിമ ചെയ്തത്. അപ്പോൾ അതിലൊരു ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറായിരുന്നു. പക്ഷെ അടുത്ത സിനിമ എൻ്റെ തിരുത്തുറ സിനിമ ഒരു ഫുൾ റോം കോം ആയിരുന്നു. ഇത് രണ്ടും കൂടി കണ്ടിട്ടാണ് കെ വി ആനന്ദ് വലിയൊരു ഡയറക്ടർ ഉണ്ട്, മരിച്ചുപോയി. അപ്പൊ അദ്ദേഹം എന്നെ കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കാസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിൽ നല്ല പയ്യന്റെ ഒരു സംഭവം ഉണ്ട്, ഒരു പാവം പയ്യൻ, ഒരു ബോയ് നെക്സ്റ്റ് ഡോർ സാധനമുണ്ട്. എന്നാൽ ഇവൻ വില്ലൻ വേഷങ്ങളും ചെയ്യാൻ പവർഫുൾ ആണെന്ന് കാണിക്കുന്ന ഒരു സാധനം കണ്ടിട്ടാണ് എന്നെ വിളിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആ കോ എന്ന സിനിമ കഴിഞ്ഞതോടുകൂടി എനിക്ക് ബാക്ക് ടു ബാക്ക് അങ്ങനത്തെ നെഗറ്റീവ് റോൾസും വലിയ വലിയ സിനിമകളും, മിനിമം ഒരു CM, DYSP, IAS ഓഫീസർ അങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാനൊരു ബ്രേക്കും എടുത്തിരുന്നു. എനിക്ക് എൻ്റെ PG പഠിക്കാനായിട്ട് ഞാൻ പുറത്ത് പോയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു കംബാക്ക് എന്ന് പറയുന്നത് വീണ്ടും ഒരു വില്ലൻ വേഷം ചെയ്ത് തന്നെ വരേണ്ടി വന്നു. 20,000 കണ്ണുകൾ എന്ന് പറഞ്ഞ സിനിമ. അതിനുശേഷം തൊട്ട്